ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് OLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ LCD എന്ന് പറയുന്ന ഡിസ്പ്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ LCDക്ക് മെയിൻലി LCDക്ക് ഒരു ബാക്ക് ലൈറ്റ് ഉണ്ട്. ആ ബാക്ക് ലൈറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എത്രത്തോളം ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നമ്മളതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് വിസിബിൾ ആകുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OLED ആണ്. ഇപ്പോൾ OLEDക്ക് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. OLED എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് OLED എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ തിന്നാണ്, പിന്നെ അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ചെറിയ രീതിയിൽ ബെൻഡിയൊക്കെ ചെയ്യാം, പിന്നെ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് തരുന്നത്. ഇമേജസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഷാർപ്പായിരിക്കും. ഇപ്പം എസ്പെഷ്യലി നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വേണമെങ്കിൽ LCDയിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും OLED ഡിസ്പ്ലേ നമുക്ക് തരിക. അപ്പം ഈ OLED നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് കാർബൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. കാർബൺ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ കോമ്പണൻ്റ് ആണ് ആക്ച്വലി ഓർഗാനിക് LEDയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ ട്രാൻസ്പാരൻ്റ് ആക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ട്രാൻസ്പാരൻ്റ് ആയി നിൽക്കുന്ന ഭാഗത്തൂടെ ലൈറ്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള OLED ഡിസ്പ്ലേകളാണ് യൂഷ്വലി നമ്മൾ അർഡിനോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 128/64 എന്ന് പറയുന്നതും 128/32 എന്ന് പറയുന്ന മോഡൽ. കൂടുതൽ നമ്മൾ 128/64 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷെയ്ഡിൽ അവൈലബിൾ ആണ്, ബ്ലൂവിൽ അവൈലബിൾ ആണ്, ഡ്യുവൽ കളറിലുള്ള OLEDകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ ചുരുങ്ങിയ പവർ മാത്രമേ, പവർ കൺസംഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് റെഡ്യൂസ് പവർ കൺസംഷൻ സിഗ്നിഫിക്കൻ്റ്ലി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻലി നമ്മളിതിന് ഒരു 1 KB ഒരു മെമ്മറി ഉണ്ടെന്നാണ് നമ്മൾ പറയുക. അപ്പം മെമ്മറിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം 8 പേജസ് ഉണ്ടാവും. പേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റോ എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അകത്ത് പേജസ് എന്ന് പറയുന്നത്. 0 മുതൽ 7 വരെയുള്ള പേജസ് 8 പേജസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 128 കോളംസ് ഉണ്ടാവും. 128 കോളംസ് എന്ന് പറഞ്ഞാൽ ഇത് 0 മുതൽ 127 വരെയുള്ള കോളംസ്. അപ്പോൾ മൊത്തം 128 എണ്ണം 128 കോളംസ് ഉണ്ട്. അതേപോലെ തന്നെ 8 റോസ് ഉണ്ട്. പിന്നെ ഈ ഓരോ കോളത്തിൻ്റെ അകത്തും 8 ബിറ്റാണ്, 8 ബിറ്റ് ഡാറ്റയാണ് ഓരോ കോളത്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്ക് 1 KB മെമ്മറി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതായത് 128 × 8 × 8 ഇത്രയും ബിറ്റായിരിക്കും വരിക. ഇതെന്ന് പറയുന്നത് 1 KB ആണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ ബിറ്റുകൾ ഹൈ ആക്കണം, ഏതൊക്കെ ബിറ്റുകൾ ലോ ആക്കണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇപ്പം നമുക്കൊരു പിക്ചർ വേണമെങ്കിൽ, ഇങ്ങനെയുള്ളൊരു പിക്ചർ വേണമെങ്കിൽ ഈ പിക്ചർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് പൊസിഷൻ കുറേ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് LCDനെക്കാട്ടിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. ഈ രീതിയിലുള്ള ഇമേജസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് OLED ഡിസ്പ്ലേക്കകത്തേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് സെയിം സാധനം തന്നെയാണ്. പേജ് 0 മുതൽ പേജ് 7 വരെയുള്ള റോസ്, അതായത് ടോട്ടലി 8 പേജസ് എന്നാണ് നമ്മളിതിൻ്റെ റോസിനെ പറയാം. പിന്നെ ഇതേപോലെ തന്നെ 128 കോളംസ് ഉണ്ടാവും. 128 കോളംസ്, ഈച്ച് കോളത്തിൻ്റെ അകത്ത് 8 ബിറ്റ് ഉണ്ടാവും. ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വലി നമുക്ക് ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജൈസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും OLED ഡിസ്പ്ലേ നമുക്ക് തരിക. ഇനി ഈ OLED ഇൻ്റർഫേസ്, OLED നമ്മൾ നമ്മുടെ അർഡിനോ ബോർഡുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യണമെങ്കിൽ 2 രീതിയിലുള്ള OLED ഡിസ്പ്ലേകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് I2C എന്ന് പറയുന്ന മെത്തേഡിലുള്ള ട്രാൻസ്മിഷൻ നടത്തുന്ന OLED, പിന്നെ ഒന്ന് SPI എന്ന് പറയുന്നത് സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് എന്ന് പറയുന്ന കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർഡിനോ ബോർഡുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് 2 രീതിയിലുള്ള
OLED ഡിസ്പ്ലേകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി ഇത് രണ്ട് പ്രോട്ടോക്കോളാണ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് ആണ്. അപ്പം സീരിയൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ് എന്ന് പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമ്മുടെ കേസ് നമ്മൾ അർഡിനോയിൻ്റെ അകത്ത് 3 ടൈപ്പ് പ്രോട്ടോക്കോൾസ് ആണുള്ളത്. ഒന്ന് UART, പിന്നെ ഈ പറയുന്ന I2C എന്ന് പറയുന്ന പ്രോട്ടോക്കോള്, പിന്നെ ഒന്ന് SPI എന്ന് പറയുന്ന പ്രോട്ടോക്കോള്. ഓക്കെ, അപ്പോൾ ഈ I2Cയിലും SPIയിലും നമ്മുടെ ഈ OLED ഡിസ്പ്ലേകൾ അവൈലബിൾ ആണ്. അപ്പോൾ I2C എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് കൺട്രോളർ എന്നാണ് ഈ പ്രോട്ടോക്കോളിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ IIC എന്ന് പറയാറുണ്ട്, I2C എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ I2C എന്ന് പറയുന്നത് തന്നെയാണ് I2C എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഈ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഡിഫറെൻ്റ് റെപ്രസെൻറ്റേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് കൺട്രോളർ എന്നാണ് പറയുക. ഇത് സ്പീഡ് ആസ് കമ്പയർഡ് ടു SP കുറച്ച് സ്പീഡ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ സ്ലേവ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമുക്ക് മോർ ദാൻ 1 സ്ലേവുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ മാസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ സ്ലേവുകളെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ I2Cയിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന് അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഡിവൈസുകൾ അറ്റ് എ ടൈം നമുക്ക് മാസ്റ്റർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ I2C എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ I2Cയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് പിന്ന്, നമ്മൾ IO പിന്ന് അർഡിനോയുടെ IO പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് പിൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ I2C എന്ന് പറയുന്ന പ്രോട്ടോക്കോള് പ്രിഫർ ചെയ്യാറുണ്ട്. SPI എന്ന് പറയുന്ന പ്രോട്ടോക്കോള് സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. ഇതിൻ്റെ അകത്ത് യൂഷ്വലി നമ്മൾ 2 പാർട്ടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് SPI നമ്മൾ ഉപയോഗിക്കാറ്. ഒരു സിംഗിൾ മാസ്റ്ററും അതേപോലെ തന്നെ ഒരു സ്ലേവും. ആ രീതിയിലാണ് നമ്മൾ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ SPI എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 പ്രോട്ടോക്കോളിലുമുള്ള ചിപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. I2C ആണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിൻലി 2 ലൈൻസ് ആയിരിക്കും ഉണ്ടാകുക. ഒന്ന് ഡാറ്റ ലൈനും അതേപോലെ തന്നെ സീരിയൽ ക്ലോക്ക് ലൈനും, SDA SCL എന്ന് പറയും. SPIയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഡാറ്റ ഇൻപുട്ട് ലൈൻ ഉണ്ട്, പിന്നെ ഡാറ്റ ഔട്ട്പുട്ട് ലൈൻ ഉണ്ട്, സീരിയൽ ക്ലോക്ക് ഉണ്ട്, പിന്നെ ചിപ്പ് സെലക്ട് എന്ന് പറയുന്ന പിന്നുണ്ട്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഹയർ ഡാറ്റ റേറ്റ് ആണ് SPI തരിക. ഇതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് സ്ലോവറാണ്. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് മൾട്ടി സ്ലേവ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് യൂഷ്വലി നമ്മൾ സിംഗിൾ മാസ്റ്റർ സിംഗിൾ സ്ലേവ് ആപ്ലിക്കേഷനിലാണ് SPI എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു അക്നോളജ്മെൻറ്റ് മെക്കാനിസം ഉണ്ട്. ഇതിൻ്റെ അകത്ത് അക്നോളജ്മെൻറ്റ് ഒന്നുമില്ല. അതായത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ് കാര്യങ്ങളൊന്നും SPI പ്രോട്ടോക്കോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ OLED ഡിസ്പ്ലേ ഫിസിക്കലി എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ ഇതാണ് OLED ഡിസ്പ്ലേ. ഇവിടെയാണ് ഡിജിറ്റുകളൊക്കെ പ്രിൻ്റ് ചെയ്യിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കണക്ഷൻസ് കാണാം. ഗ്രൗണ്ട്, VCC, SCL, SDA 4 കണക്ഷൻസ് കാണാം. ഇതിൻ്റെ അകത്ത് ഗ്രൗണ്ട് VCC എന്ന് പറഞ്ഞാൽ VCC എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നമ്മുടെ അർഡിനോൻ്റെ അകത്തുള്ള 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഗ്രൗണ്ട് എന്ന് പറയുന്നത് അർഡിനോൻ്റെ ഗ്രൗണ്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ ഉള്ളത് സീരിയൽ ക്ലോക്കും അതേപോലെ തന്നെ സീരിയൽ ഡാറ്റ പിന്നുകളാണ്. ഇത് I2C ഇൻ്റർഫേസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അർഡിനോയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു കണക്ഷൻ കാണിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ SDA കണക്ട് ചെയ്യുക അർഡിനോൻ്റെ A4 എന്ന് പറയുന്ന അനലോഗ് ഇൻപുട്ടിൻ്റെ പിന്നിലേക്കാണ്. അതേപോലെ തന്നെ ക്ലോക്ക് നമ്മൾ കണക്ട് ചെയ്യുക A5 എന്ന് പറയുന്ന പിന്നിലേക്കാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ VCC ഗ്രൗണ്ടും നമ്മൾ അർഡിനോ ബോർഡിൻ്റെ അകത്തുള്ള 5 വോൾട്ടും ഗ്രൗണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിസിക്കൽ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ 2 SDA അതേപോലെ തന്നെ SCL ഈ 2 പിന്നുകൾ ജസ്റ്റ് അനലോഗ് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് SPI ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്ന OLED ഡിസ്പ്ലേ നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും കണക്റ്റേഴ്സ് വരുന്നുണ്ട്. ഗ്രൗണ്ട് VCCയും ആസ് യൂഷ്വൽ നമ്മുടെ I2Cയിലുള്ള പോലെ തന്നെ നമ്മൾ VCC എന്ന് പറയുന്ന അർഡിനോൻ്റെ 5 വോൾട്ടിലേക്കും അർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് D0 എന്ന് പറയുന്നൊരു പിന്നുണ്ട്. അതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ D1 എന്ന് പറയുന്നൊരു പിന്നുണ്ട്. അതിനെ നമ്മൾ മാസ്റ്റർ ഔട്ട് സ്ലേവ് എന്ന് പറയും. മാസ്റ്റർ ഔട്ട് സ്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ അർഡിനോൻ്റെ അകത്തുള്ള ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഈ മൈക്രോ കൺട്രോളറിൽ നിന്ന് ഡാറ്റാസ് നമ്മൾ നമ്മുടെ OLED ഡിസ്പ്ലേയിലേക്ക് കൊടുക്കുന്ന ടെർമിനലാണ്, ഡാറ്റാസ് നമ്മൾ കൊടുക്കുന്ന ടെർമിനലാണ് D1 എന്ന് പറയുന്നത്. മാസ്റ്റർ ഔട്ട് സ്ലേവിന്. പിന്നെ റീസെറ്റ് എന്ന് പറയുന്നൊരു പിന്നുണ്ട്. അത് ഈ OLED ഉള്ളിലൊരു ബഫറുണ്ട്, ആ ബഫർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ DC എന്ന് പറയുന്ന പിന്നെന്ന് പറയുന്നത് കമാൻഡ് ആണോ അതേപോലെ തന്നെ ഡാറ്റയാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ CS എന്ന് പറയുന്നത് പിന്നെ ചിപ്പ് സെലക്ട് ആണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ ഡിസ്പ്ലേയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിപ്പ് സെലക്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എനേബിൾ ചെയ്യിക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പിന്നുകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലാണ്. VCCയും ഗ്രൗണ്ടിന് പുറമെ ക്ലോക്ക് ഉണ്ട്, മാസ്റ്റർ ഔട്ട് സ്ലേവിനുണ്ട്, റീസെറ്റ് ഉണ്ട്, ഡാറ്റ ഓർ കമാൻഡ് ഉണ്ട്, ചിപ്പ് സെലക്ട് ഉണ്ട്. ഇത്രയും പിന്നുകളാണ് ഇതിന് വരിക. ഇനി ഇത് അർഡിനോ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. VCCയും ഗ്രൗണ്ടും ആസ് യൂഷ്വൽ നമ്മൾ അർഡിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലേക്കും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള പിന്നുകൾ നമ്മൾ നമ്മുടെ അർഡിനോൻ്റെ ഡിജിറ്റൽ IO പിന്നുകളിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മൊത്തം 5 പിന്നുകൾ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. D0 ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 10th പിന്നുമായിട്ടാണ്. D1 കണക്ട് ചെയ്തിരിക്കുന്നത് 9th പിന്നുമായിട്ട്. പിന്നെ റീസെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് 13th പിന്ന്. പിന്നെ ഡാറ്റ ഓർ കമാൻഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 11th പിന്ന്. പിന്നെ ചിപ്പ് സെലക്ട് CS എന്ന് പറയുന്ന പിന്നെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 12th പിന്ന്. ഇങ്ങനെയാണ് ഞാൻ ഈ കേസിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ഷൻസ് എവിടെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ സാധാരണ നമ്മൾ ഈ പോയിന്റ് 01 എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ കണക്ഷൻസ് കൊടുക്കാറില്ല. ഈ രീതിയിൽ തന്നെയാണ് കണക്ഷൻസ് നമ്മൾ കൊടുക്കാറ്. പക്ഷേ നമുക്ക് 5 IO പിന്നുകൾ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഡിസ്പ്ലേ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്കറിയാം ലാർജ് നമ്പർ ഓഫ് പോയിന്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിക്സൽ എന്ന് പറയുന്നതിൻ്റെ കേസിൽ വളരെ കൂടുതലാണ്. 128/64 ആണെങ്കിൽ അത്രയും നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ട്. ഇൻഡിവിജ്വലി ഓരോ പിക്സലിനെ നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കോഡ് എഴുതാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലൈബ്രറീസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. മെയിൻലി നമ്മൾ ഈ ഇത്രയും ലൈബ്രറീസ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുക. SPI എന്ന് പറയുന്ന ലൈബ്രറി, അത് നമ്മൾ SPI കമ്മ്യൂണിക്കേഷനിലുള്ള SPI ഇൻ്റർഫേസിലാണ് OLED യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ വയർ എന്ന് പറയുന്ന ലൈബ്രറി, അഡാഫ്രൂട്ടിൻ്റെ GFX എന്ന് പറയുന്ന ഒരു ലൈബ്രറി, പിന്നെ അഡാഫ്രൂട്ടിൻ്റെ തന്നെ SSD 1306 എന്ന് പറയുന്ന ലൈബ്രറി. ഇതൊക്കെ നമ്മൾ അർഡിനോൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, നമ്മുടെ അർഡിനോ IDEക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലൈബ്രറീസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈബ്രറീസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ആഷ് ഇൻക്ലൂഡ് SPI.h ആദ്യത്തെ ലൈബ്രറി, വയർ ലൈബ്രറി, GFX, SSD 1306 ഇത്രയും ലൈബ്രറീസ് നിങ്ങൾ ആഡ് ചെയ്യണം. I2C ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള എല്ലാതും ആവശ്യമുണ്ട്. SPI ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം, ആഡ് ചെയ്ത് വെക്കണം. ലൈബ്രറീസ് നമ്മൾ ആഡ് ചെയ്യണം. ഇനി മെയിൻലി നമ്മൾ ഈ ഒരു അഡാഫ്രൂട്ടിൻ്റെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഇതിപ്പോൾ പറയുന്നത് I2Cൻ്റെ കേസിലാണ് പറയുന്നത്. ഒന്ന് സ്ക്രീനിൻ്റെ വിഡ്ത്ത്, പിന്നെ സ്ക്രീനിൻ്റെ ഹൈറ്റ്, പിന്നെ അർഡിനോ ഏത് പിന്നിലേക്കാണ് റീസെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ. ഇപ്പോൾ റീസെറ്റ് എന്ന് പറയുന്ന പിന്നെ I2Cൻ്റെ കേസിൽ ഇല്ലെങ്കിൽ നമ്മൾ -1 എന്ന് പറയുന്ന വാല്യൂ അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണെങ്കിൽ, സ്ക്രീനിൻ്റെ വിഡ്ത്ത് ക്ലിയർ ആണ്, അതേപോലെ തന്നെ ഹൈറ്റ് ക്ലിയർ ആണ്, പിന്നെ റീസെറ്റ് പിൻ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് നമ്മൾ -1 എന്ന് പറയുന്ന വാല്യൂ ലോഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ SSD 1306 എന്ന് പറയുന്ന കൺസ്ട്രക്റ്റിലേക്ക് നമ്മൾ കൊടുക്കണം. ഈ സെയിം സാധനം തന്നെയാണ് SPIക്ക് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ SPIക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലല്ല. അതാണ് ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സെയിം ലൈബ്രറി ഫയൽ തന്നെയാണ് സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും റെഡി ആക്കി കഴിഞ്ഞ് ഇത്രയും നമുക്കറിയാമെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും.
തൊട്ട് മുന്നേ നമ്മൾ LCD ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു LCD എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഹാഷ് ഡിഫൈൻ സ്ക്രീൻ വിഡ്ത്ത് 128. ഇത് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സ്ക്രീൻ വിഡ്ത്ത് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തേക്കുള്ള വാല്യൂ ഇതാണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 128 എന്ന് പറയുന്ന വാല്യൂ ലോഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ഞാൻ 64 ലോഡ് ചെയ്യുകയാണ്. OLED റീസെറ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസെറ്റ് പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ -1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ലോഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ I2C ഇൻ്റർഫേസ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, ഇവിടെ I2C എന്ന് എഴുതിയിട്ടുണ്ട്. I2C ഇൻ്റർഫേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീനിൻ്റെ അഡ്രസ്സ് നിർബന്ധമാണ്. യൂഷ്വലി അതിൻ്റെ അഡ്രസ്സ് വരിക 3C എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് വരിക. സോ അത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. അത് ഞാൻ സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു വാല്യൂ ഞാൻ ലോഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ. ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ adaptroot_SST1306. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈബ്രറിയാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഇപ്പുറത്ത് കണ്ടിരുന്നു. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഈ ലൈബ്രറീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ adaptroot_SST1306 ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒബ്ജക്റ്റിൻ്റെ പേരാണ് ഡിസ്പ്ലേ. ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സ്ക്രീൻ വിഡ്ത്ത് നമുക്ക് കൊടുക്കണം ആദ്യം, കോമ സ്ക്രീൻ ഹൈറ്റ്, കോമ പിന്നെ ഒരു ആൻസൈൻ്റെ വയറ്, ഇത് എഴുതണം. ഇത് നിർബന്ധമാണ്. വയർ എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് എഴുതണം. കോമ OLED റീസെറ്റ്. ഇപ്പോൾ റീസെറ്റ് പിന്നുണ്ടെങ്കിൽ പിന്നെ നേരെ കൊടുക്കാം, പിന്നില്ലാത്തതുകൊണ്ട് നമ്മൾ -1 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് യൂഷ്വലി നമ്മൾ തൊട്ട് മുന്നേ LCD പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തത്, LCD എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ LCD സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ LCD.begin എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കിനി അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഇതിൻ്റെ സെറ്റപ്പ് പാർട്ടിലേക്ക് വരികയാണ്. വേർഡ് സെറ്റപ്പ് ജസ്റ്റ് ഒരു പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കുകയാണ്. എങ്ങനെയാണ് അത് ഇനിഷ്യലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് ഔട്ട് ചെയ്തതുകൊണ്ട് ഞാനൊരു സീരിയൽ ബിഗിൻ കൊടുത്തിട്ടുണ്ട്. സീരിയൽ ബിഗിൻ 9600 അതിൻ്റെ ബോർഡ് റേറ്റ് ആണ്. serial.begin. ഇനി ഇവിടെ ഞാനൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് ഡിസ്പ്ലേ ബിഗിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, display.begin ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന SST1306_ switch സ്വിച്ച് കപ്പാസിറ്റി. ഇത് അതിൻ്റെ പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ കാണിക്കുന്നതാണ്. ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതണം. സ്വിച്ച് CAP/VCC. സ്വിച്ച് CAP/VCC പറഞ്ഞാൽ സ്വിച്ച് മോഡ് കപ്പാസിറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. VCC എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പവറാണ്. അപ്പോൾ ഇത് പവർ സെക്ഷനുമായിട്ട് ഈ SST1306 എന്ന് പറയുന്ന കൺട്രോളറിൻ്റെ പവർ സെക്ഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇത്. ഇപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതണം. കോമ സ്ക്രീൻ അഡ്രസ്സ് നമ്മളിവിടെ മുന്നേ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നമ്മൾ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നു. സ്ക്രീൻ അഡ്രസ്സ് സ്ക്രീൻ അഡ്രസ് 3C എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതായിരിക്കും ഇവിടെ വരിക സ്ക്രീൻ അഡ്രസ്സ്. പിന്നെ serial.println എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ println നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതാണ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് അലോക്കേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ ഫെയിൽഡ് എന്നുള്ള ഒരു മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളൊരു ഫോർ ലൂപ്പ് വിളിച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ഫോർ ലൂപ്പാണ്. അതായത് ഇത് ശരിക്കും നടക്കുന്നത് വെച്ചാൽ display.begin എന്ന് പറയുന്ന ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇത് എക്സിക്യൂട്ട് ആകത്തില്ല. പക്ഷേ ഇത് display.begin, അതായത് എനിക്ക് OLED എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് കണ്ടില്ല, ഇവിടെ നമ്മൾ നോട്ട് സൈൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാൾസ് ആകുകയാണെങ്കിൽ, അതായത് display.begin എന്ന് പറയുന്ന ഇവൻ്റ് എനിക്ക് ഒക്കർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ അലോക്കേഷൻ ഫെയിൽഡായി എന്നുള്ള മെസ്സേജ് കാണിക്കും. ഇത് ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുക. അലോക്കേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കും.
ഇപ്പം ഈ ഡിസ്പ്ലേ ഡോട്ട് ബിഗിൻ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ലൈബ്രറീസ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കണക്ഷൻ അർഡിനോ ബോർഡുമായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. ഇങ്ങനത്തെ കേസിലൊക്കെ ഈ ഒരു കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് കയറുകയും ഈ അലൊക്കേഷൻ ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ SPI OLED ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. SPI OLED ആകുമ്പോൾ കുറച്ചും കൂടെ പിന്നിൻ്റെ എണ്ണം കൂടുതലാണ്. ഒന്ന് മാസ്റ്റർ ഔട്ട് സ്ലേവിൻ്റെ ക്ലോക്ക്, പിന്നെ ഡാറ്റയാണോ കമൻ്റ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്, ചിപ്പ് സെലക്ട്, റീസെറ്റ്, ഇത്രയും പിന്നുകൾ ഞാൻ യൂസ് ചെയ്യാണ്. മാസ്റ്റർ ഔട്ട് സ്ലേവിന് വേണ്ടി 9th പിന്നെ, ക്ലോക്കിന് വേണ്ടി 10th, ഡാറ്റ ഓർ കമൻറ്റിന് 11, ചിപ്പ് സെലക്റ്റിന് 12, റീസെറ്റിന് 13. ഇങ്ങനെയാണ് ഞാൻ പിൻ നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡാഫ്രൂട്ട് _SST 1306 തന്നെയാണ് ഇതിൻ്റെയും കേസിൽ വരുന്നത്. അഡാഫ്രൂട്ട് _SST 1306 ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് തന്നെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂസിൽ വരുന്ന മാറ്റം കണ്ടില്ലേ? ആദ്യം ഞാൻ സ്ക്രീൻ വിഡ്ത്ത് കൊടുക്കുന്നു, അതിനുശേഷം ഞാൻ സ്ക്രീൻ ഹൈറ്റ് കൊടുക്കുന്നു. ഇത് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പോർഷൻ കറക്റ്റ് രണ്ടിലും സെയിം ആണ്. I2C ആണെങ്കിലും SPI ആണെങ്കിലും സെയിം ആണ്. സ്ക്രീൻ വിഡ്ത്തും സ്ക്രീൻ ഹൈറ്റും തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നോക്കി നോക്കൂ, OLED _MOSI പിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. 9 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. പിന്നെ OLED _clock 10 എന്നുള്ള വാല്യൂ ആണ് അതിലേക്ക് കൊടുക്കുക. OLED _DC 11 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കുക. OLED _reset 13 എന്നുള്ള വാല്യൂ ആയിരിക്കും കൊടുക്കുക. OLED _CS എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വാല്യൂ 12 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പിൻ നമ്പർ കൊടുക്കുക. അപ്പം നമ്മൾ പിൻ നമ്പർ എങ്ങനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് സിസ്റ്റത്തിന് മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് SPIയിലാണോ I2Cക്കാണോ I2Cയിലാണ് ഇൻ്റർഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രോഗ്രാം സൈഡിൽ പ്രോഗ്രാം പാർട്ടിന് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ സെയിം കണ്ടീഷൻ തന്നെയാണ്. വോയിഡ് സെറ്റപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ I2Cയിലെ കേസിൽ നമ്മൾക്ക് ഇതിനോട് ചേർന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഡ്രസ്സും കൂടെ സ്പെസിഫൈ ചെയ്യണമായിരുന്നു. ഇപ്പോൾ നോക്കി നോക്കൂ, സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു I2Cക്കകത്ത്. ഈ സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ കേസിലില്ല. SPI ആണെങ്കിൽ അഡ്രസ്സ് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ SPI ആണെങ്കിൽ ഇവിടെ അഡ്രസ്സ് എഴുതൂല, ജസ്റ്റ് നമ്മൾ SST 1306 _ switch CAP VCC എന്നുള്ള ഫങ്ഷൻ ജസ്റ്റ് നമ്മൾ ഈ ബിഗിൻ്റെ അകത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണക്റ്റഡ് ആണ്, എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആണെങ്കിൽ ഇത് ട്രൂ ആവും. ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആകത്തില്ല. സപ്പോസ് എൻ്റെ കണക്ഷൻ ക്ലിയർ അല്ലെങ്കിൽ, കണക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ട്, ഞാൻ ലൈബ്രറീസ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കണ്ടീഷൻ വാലിഡ് ആവും. ഈ കണ്ടീഷൻ വാലിഡ് ആകുകയാണെങ്കിൽ ഈ മെസ്സേജ് നമ്മുടെ സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. SST 1306 അലോക്കേഷൻ ഈസ് ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. പിന്നെ ഇത് ഒരിക്കലും എക്സിറ്റ് ആകത്തില്ല. പിന്നെ വീണ്ടും ഞാൻ കണക്ഷൻസ് എല്ലാം രണ്ടാമത് വയർ ചെയ്തിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മാത്രമേ എനിക്കിനി വീണ്ടും ഇതിൻ്റെ ബാക്കി സെക്ഷനിലേക്ക് എനിക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. നിങ്ങൾക്കറിയാം 4ൻ്റെ ഉള്ളിൽ 4ലെ കണ്ടീഷനൊന്നും കൊടുക്കാതെ 2 സെമിക്കോളം മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. ഇതൊരിക്കലും എൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹലോ വേൾഡ് എന്നുള്ളൊരു ഒരു വാക്ക്, ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേക്കകത്ത് പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ SPIയിലും I2Cയിലും 2 പ്രോട്ടോക്കോളും യൂസ് ചെയ്തിട്ടുള്ള OLED ഡിസ്പ്ലേക്കകത്ത് ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്യിക്കുകയാണ്. ഡിസ്പ്ലേ ഡോട്ട് ക്ലിയർ ഡിസ്പ്ലേ ഫങ്ഷൻ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ സെറ്റ് ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എടുക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഞാനിപ്പോൾ ഇവിടെ A എന്ന് പറയുന്ന ലെറ്റർ എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നതാണ് ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത്. ഇത് 1 മിനിമം വാല്യൂ 1 ആണ്. 1 മുതൽ മുകളിലേക്കുള്ള വാല്യൂസാണ് നമ്മളിതിന് കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് സൈസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവസ്റ്റ് വാല്യൂ ആണ്, സൈസിലുള്ള ടെക്സ്റ്റ് ആയിരിക്കും വരിക. പിന്നെ സെറ്റ് ടെക്സ്റ്റ് കളർ വൈറ്റ്, നമുക്ക് എല്ലാ കളറൊന്നും ഇല്ല, 2 ഓപ്ഷൻസേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വൈറ്റ് എന്ന് പറയുന്ന കളറാണ് ചൂസ് ചെയ്യുന്നത്. സോ വൈറ്റ് എന്നുള്ളത് എടുത്തു. പിന്നെ സെറ്റ് കേഴ്സർ, ഇത് എവിടെ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്ന് കാണിക്കുന്നതാണ്. 0-128 128 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോയിൽ 28ാമത്തെ പൊസിഷനിലായിട്ടായിരിക്കും 28ാമത്തെ പൊസിഷനിലായിട്ടായിരിക്കും ഈ ഹലോ വേൾഡ് എന്നുള്ള വാക്ക് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് display.println ഹലോ വേൾഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോർമലി നമ്മൾ സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് പ്രിൻ്റ് ഓപ്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ കൊട്ടേഷൻ മാർക്കിൻ്റെ അകത്ത് നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത് അത് കൊടുത്താൽ മതി. നേരെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ പ്രിൻ്റെല്ലാം ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഇത് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ OLED ഡിസ്പ്ലേക്കകത്തുള്ള മെമ്മറിക്കകത്തേക്ക് ഈ വാല്യൂസ് ലോഡ് ആകത്തുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുക. പിന്നെ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ആ ഹലോ വേൾഡ് എന്നുള്ളത് ഡിസ്പ്ലേക്കകത്ത് തന്നെ നിർത്തുക. അപ്പോൾ അതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിപ്പോൾ ഞാൻ I2C പ്രോട്ടോക്കോൾ ആണെങ്കിലും അതേപോലെ തന്നെ SPI പ്രോട്ടോക്കോൾ ആണെങ്കിലും ഈ ഒരു സാധനം എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. ഇതേപോലെ തന്നെയാണ് display.clear ഡിസ്പ്ലേ, സെറ്റ് ടെക്സ്റ്റ് സൈസ്, സെറ്റ് ടെക്സ്റ്റ് കളറ്, സെറ്റ് കേഴ്സർ, പ്രിൻ്റ്, ഡിസ്പ്ലേ, ഈ ഫങ്ഷൻസ് എല്ലാം I2Cയിലും SPIക്കും കോമൺ ആണ്. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ സീരിയൽ ബിഗിനിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്നിൻ്റെ അകത്ത് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റേൻ്റെ അകത്ത് നമ്മൾ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നുകൾ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് വ്യത്യാസമുണ്ട്. ബാക്കി ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് പാർട്ട് എന്ന് പറയുന്നത് I2C ആണെങ്കിലും SPI ആണെങ്കിലും കോമൺ ആണ്. ഇത് ജസ്റ്റ് ഓരോന്നിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സൈസ് എന്ന് പറയുന്നത് 1 ആണ്. 1 മുതലാണ് നമ്മൾ തുടങ്ങുക. അതായത് 7x10 എന്ന് പറയുന്ന പിക്സൽ റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 7x10 പിക്സലിനകത്തായിരിക്കും ആ ഒരു ടെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 2 ആണ് ലോഡ് ചെയ്യുന്നതെങ്കിൽ 14/20 എന്ന് പറയുന്ന സൈസിലായിരിക്കും നമ്മൾ ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് സെറ്റ് ടെക്സ്റ്റ് സൈസ് എന്നുള്ളത്. പിന്നെ കളറിൻ്റെ കേസ് ഇതാണ് ടെക്സ്റ്റ് കളറ്. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ വൈറ്റ് കൊടുക്കാം. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ വൈറ്റ് കൊടുക്കുന്നു. പിന്നെ ബ്രൈറ്റാണ് ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ നമ്മൾ ബ്ലാക്ക് ആണ് കൊടുക്കുക. ഓക്കെ. പിന്നെ സെറ്റ് കേഴ്സർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, കേഴ്സറിൻ്റെ പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. 0 ആണെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷനാണ്. പിന്നെ X ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക, Y ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ X0 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ X0 എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് വരിക. എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. വൈയുടെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 0,28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ 28 എന്ന് പറയുന്നത് 0th പൊസിഷൻ, ഇവിടുന്നായിരിക്കും നമ്മുടെ ഡിസ്പ്ലേ സ്റ്റാർട്ട് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കേഴ്സർ എവിടെ വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മളിത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കേഴ്സർ ആദ്യത്തെ പൊസിഷനിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ. പിന്നെ 2 ഫംഗ്ഷൻ സീരിയൽ മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം, പ്രിൻ്റെല്ലാം ചെയ്യാം. പ്രിൻ്റെല്ലാം ആണെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മുടെ കേഴ്സർ മൂവ് ചെയ്യും. ചെയ്യുക. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ SST 1306 എന്ന് പറയുന്ന കൺട്രോളറിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് നമ്മുടെ ഡാറ്റാസ് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ചെയ്തിരിക്കണം. ഡിസ്പ്ലേ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ വിളിച്ചിരിക്കണം. ഓക്കെ. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് പാർട്ട്. ജസ്റ്റ് വേർഡ് ഡിസ്പ്ലേക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഡിസ്പ്ലേ ആദ്യം ക്ലിയർ ചെയ്യുന്നു, സൈസ് ഫിക്സ് ചെയ്യുന്നു, കളർ ഫിക്സ് ചെയ്യുന്നു, പൊസിഷൻ ഫിക്സ് ചെയ്യുന്നു, ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, 2 സെക്കൻഡ് ഡിലേ വിളിക്കുന്നു. 2 സെക്കൻഡ് ഡിലേ ആ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് അത് അവിടെ കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. ഇനി നമ്മൾ I2C എന്ന് പറയുന്ന പ്രോട്ടോക്കോളിൽ വർക്ക് ചെയ്യുന്ന OLED ഡിസ്പ്ലേയിൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യം ഞാൻ AshInclude SPI.h, ഇത് I2C ആണെങ്കിൽ ഇത് ആവശ്യമില്ല, നെസസറി ഇല്ല SPI.h എന്ന് പറയുന്നത്.
പിന്നെ wire.h എന്ന് പറഞ്ഞ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നു, അഡാഫ്രൂട്ടിൻ്റെ GFX ഇൻസ്റ്റാൾ ചെയ്യുന്നു, SSD 1306 ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യണം. OLED ഡിസ്പ്ലേക്കകത്ത് 128/64 ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്പെസിഫൈ ചെയ്യണം. സ്ക്രീൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 128 നിർത്തും. സ്ക്രീൻ ഹൈറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ഞാൻ 64 എന്ന് പറയുന്ന വാല്യൂ ലോഡ് ചെയ്തു. OLED റീസെറ്റിൻ്റെ അകത്തേക്ക് ഞാൻ -1 എന്ന് പറയുന്ന വാല്യൂ ലോഡ് ചെയ്തു. ഓക്കെ. പിന്നെ സ്ക്രീൻ അഡ്രസ്സ് I2C ആണെങ്കിൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം. ബൈ ഡിഫോൾട്ട് ഈ അഡ്രസ്സാണ് വരിക, 3C എന്ന് പറയുന്ന അഡ്രസ്സായിരിക്കും വരിക. സോ അതും നമ്മൾ സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ജസ്റ്റ് അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം ബ്രാക്കറ്റിൻ്റെ അകത്ത് സ്ക്രീൻ വിഡ്ത്ത്, സ്ക്രീൻ ഹൈറ്റ് ആൻഡ് വയർ, OLED റീസെറ്റ്. ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ നിങ്ങളിവിടെ ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വാല്യൂസ് സ്പെസിഫൈ ചെയ്താലും മതി. അത് കഴിഞ്ഞ് വോയിഡ് സെറ്റപ്പിൻ്റെ അകത്ത് serial.begin ബോർഡ് റേറ്റ് ഞാൻ ഫിക്സ് ചെയ്തു. സീരിയൽ മോണിറ്ററിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. ഈഫ് ഇനിഷ്യലൈസേഷൻ ഞാൻ ചെയ്യുകയാണ്. display.begin ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന SSD 1306 switch CAP VCC, സ്ക്രീൻ അഡ്രസ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇപ്പം ഈ 3C എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇതായി കഴിഞ്ഞാൽ ഇത് LCD ഡിസ്പ്ലേ എനിക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇനിഷ്യലൈസേഷൻ സപ്പോസ് ഫെയിൽ ആകുകയാണെങ്കിൽ, ഇവിടെ നോട്ട് സൈൻ ആണ്, ഫെയിൽ ആകുകയാണെങ്കിൽ ഈ സംഭവം എക്സിക്യൂട്ട് ആവും. ഓക്കെ. അതായത് serial.println SSD 1306 അലൊക്കേഷൻ ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് സീരിയൽ മോണിറ്ററിൽ കാണാൻ പറ്റും. ഓക്കെ. അത് അതിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുക. അലൊക്കേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക. ഇതൊരു ഇൻഫിനിറ്റ് ഫോർ ലൂപ്പാണ്. ഇനി ഇത് പ്രോപ്പറായിട്ട് ഞാൻ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈബ്രറി കാര്യങ്ങൾ പിന്നുകളെല്ലാം സ്പെസിഫൈ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് കയറൂല, അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ. അടുത്ത ലൈനിൽ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഇതാണ്, display.clear ഡിസ്പ്ലേക്കകത്ത് എന്തെങ്കിലും അതിൻ്റെ മെമ്മറിക്കകത്ത് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യിക്കാൻ വേണ്ടിയുള്ളതാണ് .clear display എന്ന് പറയുന്നത്. പിന്നെ സെറ്റ് ടെക്സ്റ്റ് സൈസ് ഞാൻ കൊടുത്തു, ടെക്സ്റ്റ് കളർ ഞാൻ കൊടുത്തു, ടെക്സ്റ്റ് കേഴ്സറിൻ്റെ പൊസിഷൻ ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ഹലോ വേൾഡ് എന്ന് പറയുന്ന വാക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്ക് എന്താണോ അത് ഞാൻ കൊട്ടേഷൻ മാർക്കിൻ്റെ അകത്ത് കൊടുത്തു. അത് എൻ്റെ ഡിസ്പ്ലേയുടെ മെമ്മറിക്കകത്തേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു. 2 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ. ഇതെല്ലാം ഞാൻ എഴുതുന്നത് എൻ്റെ വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് 2 സെക്കൻഡ് നേരത്തേക്ക് അതൊന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലൂപ്പിൻ്റെ അകത്താണെങ്കിൽ സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാനത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് പോകില്ല. ഇപ്പോൾ ക്ലിയർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 സെക്കൻഡ് നേരം കത്തിച്ചേച്ച് എനിക്കതിനെ ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വോയിഡ് ലൂപ്പ് ഉണ്ട്. വോയിഡ് ലൂപ്പിൻ്റെ അകത്ത് ഈ കേസിൽ ഞാനൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജ് ഫസ്റ്റ് ഒന്ന് വരണം, പിന്നെ അത് പോകണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രോഗ്രാമാണിത്. ഇനി സെയിം പ്രോഗ്രാം ഞാൻ SPI OLED യൂസ് ചെയ്യുകയാണെങ്കിൽ SPI.h എന്ന് പറയുന്ന ലൈബ്രറി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം. ബാക്കിയുള്ള ലൈബ്രറീസും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. സ്ക്രീൻ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യുക 128, സ്ക്രീൻ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക 64. പിന്നെ നമുക്ക് മാസ്റ്റർ ഔട്ട് സ്ലേവിൻ്റെ പിന്നെ ക്ലോക്കിൻ്റെ പിന്നെ ഡാറ്റ കമൻറ്റിൻ്റെ പിന്നെ ചിപ്പ് സെലക്റ്റിൻ്റെ പിന്നെ റീസെറ്റിൻ്റെ പിന്നെ ഇത്രയും പിന്നും കൂടെ ഈ വേരിയബിൾസിൻ്റെ അകത്തേക്ക് ഞാൻ ലോഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തും ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. adafruit_SSD 1306. ഇത് ആക്ച്വലി നമ്മുടെ ഇവിടെ നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന ഈ ലൈബ്രറീൻ്റെ നെയിമാണിത്, adafruit_SSD 1306 എന്ന് പറയുന്നത്. ആ ലൈബ്രറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആദ്യം എഴുതേണ്ടത് സ്ക്രീൻ വിഡ്ത്താണ്, സ്ക്രീൻ ഹൈറ്റ്, MOSIയുടെ പിന്നെ, ക്ലോക്ക്, പിന്നെ ഡാറ്റ കമൻറ്റിൻ്റെ പിന്നെ, റീസെറ്റിൻ്റെ പിന്നെ, ചിപ്പ് സെലക്റ്റിൻ്റെ പിന്നെ. ഇനി സെറ്റപ്പിൻ്റെ അകത്ത് ഞാൻ എഴുതാണ്, നേരത്തെ എഴുതിയ പോലെ തന്നെ ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യാണ്. serial.begin ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമില്ല, I2Cയിലാണ് അഡ്രസ്സ് എഴുതേണ്ടത്. ഇതിൻ്റെ കേസിൽ നമുക്ക് ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യാൻ അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമില്ല. സോ serial.begin. സപ്പോസ് ഇത് ബിഗിൻ ആയില്ലെങ്കിൽ, ഇത് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ഈ സംഭവം അലോക്കേഷൻ ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് വരും. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ
അതായത് എനിക്ക് എൻ്റെ ഇനിഷ്യലൈസേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഞാനെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈബ്രറി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്നുള്ളൊരു മീനിങ്. അപ്പോൾ നേരെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അടുത്തതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ഇതാണ്: ക്ലിയർ ഡിസ്പ്ലേ, പിന്നെ ടെക്സ്റ്റ് സൈസ്, ടെക്സ്റ്റ് കളറ്, സെറ്റ് കേഴ്സർ, പ്രിൻ്റ്, ഡിസ്പ്ലേ, ഡിലേ. പിന്നെ അതിൻ്റെ അടുത്ത സെക്ഷനിൽ വീണ്ടും ഡിസ്പ്ലേ ക്ലിയർ ചെയ്യിക്കുന്നു, പിന്നെ വോർ ലൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഈ ഒരു പാർട്ട്, അതായത് ഇതും അതേപോലെ തന്നെ ഇതും കൂടെ വരുന്ന സെക്ഷൻ, ഇത് കോമൺ ആണ് അല്ലേ. I2C ആണെങ്കിലും അതേപോലെ തന്നെ SPI ആണെങ്കിലും കോമൺ ആണ്. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഒന്ന് ഈ ഇനിഷ്യലൈസേഷനിൽ വ്യത്യാസമുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് വ്യത്യാസമുണ്ട്, പിൻ നമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ലൈബ്രറികൾ ആഡ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്, മറ്റിൻ്റെ അകത്ത് വേറെ രീതിയിൽ. ആകെ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള പ്രോഗ്രാം പാർട്ടെല്ലാം എല്ലാത്തിനും കോമൺ ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് OLED ഡിസ്പ്ലേകളെ കുറിച്ച് നമ്മൾ നോക്കി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ഡിസ്പ്ലേക്കകത്ത് പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളത് നോക്കി. ഓക്കെ, താങ്ക് യു.